സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു കുട്ടി കാന്താരിനെ തപ്പി വന്നപ്പോ കിട്ടിയതാണിത്. കാന്താരിയാണിത്, കാന്താരിയാണ്. ഈ പല്ലിന് വരെ ഫാൻസ് ഉണ്ട് അല്ലേ? കാണിച്ചു കൊടുത്തേ. എന്താണ്? ഞാൻ കാന്താരി ഒന്നും അല്ല, പാവാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ പാവാണെന്ന് അറിയാം. എന്നോട് ഇവിടെ എല്ലാരും പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോ എല്ലാരോടും ചോദിച്ച് കുട്ടിക്കാന്താരി ഉണ്ടോ കുട്ടിക്കാന്താരി ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ആരുടെ പേരാ പറഞ്ഞെന്നറിയോ? ഇവാൻഷിക പ്രത്യുഷ്ണ്. കുട്ടിക്കാന്താരി ആണ് ഇവാൻഷിക പ്രത്യുഷ്ണ പറഞ്ഞത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ. സോറിട്ടാ, വിഷമായോ? കുഴപ്പമൊന്നുമില്ല. ഇതാരെ ഈ റീൽസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന? ഭയങ്കര ഫാൻസ് ആണല്ലോ. ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ റീൽസിനൊക്കെ. ഇവിടെ ഇരുന്നല്ലേ ചെയ്യാറ്? അവിടെ ഇരുന്ന് ചെയ്യും. പിന്നെ പിന്നെ എവിടെയൊക്കെ ഇരുന്ന് ചെയ്യും? പിന്നെ എവിടെയൊക്കെ ഇരുന്ന് ചെയ്യും? അവിടെ മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അവിടെ ചെയ്യുന്ന റീൽസിനാണ് ഈ മില്യൺസ് ഒക്കെ വ്യൂസ് പോകുന്നത്. എന്തോരാൾക്കാരാന്നേ കാണുന്നേ. ഇതാരെ പറഞ്ഞു തരുന്നേ? അമ്മ. പിന്നെ അച്ഛനാണ് വീഡിയോ എടുക്കല്. അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തരണം അല്ലേ? ഓ അപ്പൊ അമ്മയുടെ ഐഡിയ ആണ് ഇതൊക്കെ. അമ്മടിക്ക് തെറ്റിക്കലുണ്ട്. എന്ത് തെറ്റിക്കും? ഒരു ഫോട്ടോയില് തെറ്റിച്ചുണ്ട്. ഒരു ഫോട്ടോയിൽ തെറ്റിച്ചിട്ടുണ്ടോ? അപ്പൊ അമ്മയോട് പറയില്ലേ ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ? അച്ഛനാ പറയല്. അത് അച്ഛനാണോ പറയണേ? അപ്പൊ ആർക്ക്? അമ്മക്കാരാ പറഞ്ഞു കൊടുക്കണേ? അച്ഛനാണോ പറഞ്ഞു തരണേ? അപ്പൊ പിന്നെ അച്ഛനങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ? എന്തിനാ അമ്മയടുത്ത് പറയണേ? അച്ഛൻ ഇടക്ക് പറയലുണ്ട്, പക്ഷെ അമ്മയാണ് പറയാല്. കഴിഞ്ഞ ദിവസം അച്ചാച്ചന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടാണോ കളിച്ചത്? അച്ഛൻ പറഞ്ഞാ അച്ചാച്ചനും കളിക്കും. ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്തോരം റീൽസാന്നറിയോ ഡാൻസ് കളിക്കുന്നേ? ABCD പറയാൻ അറിയോ? ഓ ഒന്ന് ABCD ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. അടിപൊളിയായിട്ടുണ്ട്. ഇനി 1 2 3 4 അറിയാമോ? പറ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 60. അല്ലേ? ആ 29 കഴിഞ്ഞിട്ട് എന്താ? 29 കഴിഞ്ഞിട്ട് എന്താ? 1 കഴിഞ്ഞു 2 3 കഴിഞ്ഞു 4 3 കഴിഞ്ഞു 5 6 കഴിഞ്ഞു 6 7 കഴിഞ്ഞു 5 3 കഴിഞ്ഞു 5 3 കഴിഞ്ഞിട്ട് 5ഓ? ഞാൻ ടീച്ചറിനെ വിളിക്കട്ടെ? വിളിച്ചോ? വിളിച്ചിട്ട് ഞാൻ പറയട്ടെ പഠിച്ചിട്ടില്ലെന്ന്? ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ 4 ആരാ പറയാത്തെ? ഞാന്. 4 പറയാത്തെ? 4 അതിന്റെ ഇടയ്ക്കുണ്ട്, വല്ലതറിയോ? പക്ഷെ നേരത്തെ പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. 29 കഴിഞ്ഞിട്ട് എന്തെന്നാ 30 ആട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനെ വിളിക്കും. അച്ഛനോട് അറിയോന്ന് ചോദിക്കണ്ടേ? ഞാൻ വന്നത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നണം. എനിക്ക് മനസ്സിലായി. ഞാൻ വഴക്കാം. ഞാൻ വന്നത് ഇഷ്ടായില്ലല്ലേ? ഞാൻ പാവല്ലേ? നേരത്തെ എനിക്കത് സമാധാനായിട്ടോ. പാവാന്ന് പറഞ്ഞല്ലോ ഞാൻ. അത് എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞാണോ? ഇവിടെ ആരോ പാവല്ലാത്തുണ്ട്. അതെനിക്കറിയാം. അതാരാന്നറിയോ? പച്ച ഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് പാവല്ലാത്തത്. അമ്മ എന്തി? അമ്മയല്ലേ എല്ലാം പറഞ്ഞു തരണം. ഞാൻ രണ്ടുപേരും വിളിക്കട്ടെ? ഞാൻ വിളിക്കാനല്ലേ? ഇനി ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിലോ? അച്ഛ അമ്മേ വാന്ന് പറ. വാ. ആരുടെ മടിയിലാ ഇരിക്കണ്ടേ? അച്ഛന്റെ. അമ്മ എല്ലാം പറഞ്ഞു തന്നിട്ട് അമ്മേനെ കണ്ട അച്ഛന്റെ സ്നേഹം കണ്ടോ? നേരത്തെ നമ്പർ തെറ്റിച്ച കാര്യം ഞാൻ പറയട്ടെ? പറഞ്ഞ ചീത്ത അറിയോ? ഇല്ല അല്ലേ? കേട്ടായിരുന്നോ നമ്പർ തെറ്റിക്കുന്നത്?
ഞങ്ങൾ പെട്ടെന്ന് 60ലേക്ക് പോയി. അമ്മയും അച്ഛനുമാണ് എന്താ റീൽസ് അച്ഛൻ റീൽസ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന് പറഞ്ഞ് അമ്മക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? ഹസ്ബൻഡ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഡയലോഗ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ റിപ്പീറ്റ് ചെയ്യാ. അപ്പൊ അതിനു വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഫണ്ട് പിടിക്കുന്നൊക്കെ ഹസ്ബൻഡ് തന്നെയാണ്. ഇത് എവിടെ നിന്ന് കിട്ടണ ചേട്ടാ? ഇത് ഏതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? കുറെ ഉണ്ടല്ലോ റീൽസ് ഒക്കെ. മുള്ളുണ്ട്, രസരയിൽ കല്ലുണ്ട്, എന്റെ മനസ്സിനെയും ഉണ്ട്, എന്റെ മനസ്സിൽ ഞാനുണ്ട്, ചക്കരേ ഞാനുണ്ടോ ചക്കരേ. അടുത്തതൊരെണ്ണം കൂടി പറയോ? ഓർമ്മയുള്ളത് ഏതാ? സ്കൂളിലൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ എല്ലാവർക്കും? തേങ്ങയും ഒരുപോലെയാണ്. പിന്നെ പിന്നെ രണ്ടും പാര കൊണ്ടല്ലേ? രണ്ടും പറക്കൊണ്ട് പൊട്ടിച്ചു. രണ്ടും പാര വെച്ച് പൊളിക്കാൻ പറ്റും. പിന്നെ ഈ ഉമ്മറത്തിരുന്നിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടായി. ഏതാന്നറിയാമോ? ഓർമ്മയുണ്ടോ? കൊറേ റീലൊക്കെ ചെയ്യുന്നോണ്ട് ഞങ്ങക്ക് ഓർമ്മയൊന്നും കാണത്തില്ല. ഏതാന്നറിയോ? ഭാര്യയുടെ ഒരെണ്ണം വിളക്കിന്റെ ഒരു വീട്ടില് 2 അല്ലൂസ്, അതിനകത്ത് ഡബിൾ അല്ലൂസ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന അച്ഛനാണ് എടുത്തതില് അച്ഛൻ ഫോട്ടോ എടുക്കും, അമ്മ പറയും, അല്ലൂസ് കൊളാക്കുന്നു. അല്ലൂസിന് എന്തോരം ഫാൻസാ. അത്രേ ഉള്ളൂ. ഇതെത്ര അല്ലൂസേ? ഇതെത്ര അല്ലൂസേ? എണ്ണിക്കേ, ഈ വിരല് വെച്ചൊന്ന് എണ്ണിക്കേ. അതും കൂടെ എനിക്കൊന്ന് അറിഞ്ഞിട്ടാണ് പോയ. 2 3 4 5 6 7 8 9 10. ഓ അടിപൊളി. തെറ്റിച്ചില്ല ഞങ്ങള്. സ്കൂളിലൊക്കെ എന്താ പറയണേ? സ്കൂളിലൊക്കെ സ്റ്റാറാന്ന് തോന്നണം. സ്റ്റാറാണോ? അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നല്ലേ? ഇച്ചിരി നേരം കഴിയല്ലേ കമ്പനി ആയെന്ന് വരാൻ വേണ്ടിട്ട്. പിന്നെ ഭയങ്കര ഡയലോഗാ. പിന്നെ എന്തൊക്കെയാ വരിക പറയാൻ പറ്റൂല. ഇവിടത്തെ സ്റ്റാറാണ് എന്തായാലും. അച്ഛനും അമ്മമ്മയും എല്ലാവരുടെയും. ഇവിടെ ഒരാൾക്ക് ഇവിടെ നടന്നു പോകാൻ പറ്റൂല. അപ്പൊ ഇവള് കമ്പനി അടിച്ച് ഇതാക്കി വരുത്തി സംസാരിക്കും. ആണോ? ഞാനൊരു സൈക്കിൾ അവിടെ വരെ ഓടിച്ചു പോയി. എന്നിട്ട് കുറുക്കനെ കണ്ട് പേടിച്ചോടി. കുറുക്കനുണ്ടോ? കൊറേ കുറുക്കന്മാരുണ്ട്. രാത്രി ഒച്ച ഉണ്ടാക്കും. രാത്രിയിൽ കൂടെ ഇങ്ങനെ നടക്കും. അതിന്റെ ഫ്രെയിം അച്ഛെടുത്ത് തരും. ഓ, അച്ഛൻ്റെ ഉണ്ടോ ഫോട്ടോസ്? ഞങ്ങള് ദൂരെ നിന്ന് സൂം ചെയ്യൂല്ലേ? എന്നിട്ട് പേടിച്ച് കടന്നുറങ്ങിപ്പോ. സൈക്കിളൊക്കെ ചവിട്ടി രാത്രി നടപ്പാണല്ലേ? അല്ലൂസ് ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടി നടപ്പാന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി അല്ലൂസ് റോട്ടിലൊക്കെ വരാൻ തുടങ്ങിന്ന്. ഞാനില്ലേ പോയടുത്ത് വരെ പോകും. അച്ഛൻ കയറാൻ സമ്മതിച്ചില്ല. അച്ഛൻ കയറ്റം കയറാൻ സമ്മതിക്കില്ല അല്ലേ? തന്നെ പോവോ സൈക്കിളിന്? ഇനി ആ സൈക്കിൾ എനിക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തന്നു വിടാന്ന് പറഞ്ഞേക്കുന്നേ. കൊടുത്തേക്കല്ലേ? വേണ്ട, നമുക്ക് വലിയ സൈക്കിൾ മേടിക്കാം. വേണ്ട, അതെനിക്ക് ചവിട്ടി കൊണ്ടുപോകുന്ന സൈക്കിളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ സൈക്കിൾ പൊട്ടി കഴിഞ്ഞാ ഞാൻ ചീത്ത പറയും. എന്റെ അമ്മ, അത് പൊട്ടിക്കൊന്നുമില്ല. എനിക്ക് അത്രമാത്രം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. വെയിറ്റ് ഉണ്ട്. ഇല്ലെന്നേ, ഞാൻ എന്നെ നേരത്തെ എടുത്തതല്ലേ വന്നപ്പോ. അത് കൊച്ചുകുട്ടിയുള്ള സൈക്കിളല്ലേ? ആ കൊച്ചുകുട്ടിയല്ലേ? ഞാനും കൊച്ചുകുട്ടിയല്ലേ? നിങ്ങളുടെയാണോ സൈക്കിള്? എനിക്ക് അമ്മ തരാന്ന് പറഞ്ഞത്. അമ്മേന്റെ സൈക്കിളല്ലോ. അമ്മ ഈ സൈക്കിൾ ഇല്ല. സൈക്കിള് പറഞ്ഞത് 1 2 3 ഇല്ലേ? ആ 30 തെറ്റിച്ചില്ലേ? അപ്പൊ അമ്മ പറഞ്ഞത് കൊണ്ടോയിക്കോന്ന് പറഞ്ഞു സൈക്കിള്. ഓ, എന്നാ അടിക്കൂന്നാണോ പറയണേ? ഞാൻ കുറുക്കൻ അഴിച്ചു വിടും. എന്റെ കുറുക്കന്മാരുണ്ട്. ആ വണ്ടി നിറച്ച് ഞാൻ കുറുക്കന്മാരായിട്ടാ വന്നേക്കണേ. ഇവിടെ നിക്കുന്ന ആൾക്കാരൊക്കെ ലാസ്റ്റ് കുറുക്കന്മാരായിട്ട് മാറും. ഇവരൊക്കെ കുറുക്കന്മാരായിട്ട് മാറും. ഞാൻ അഴിച്ചങ്ങ വിടും ഇവരെ. പേടിയൊന്നുമില്ലല്ലേ? അച്ഛന് ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ ഒരു വടി വെച്ച്. വടിയൊക്കെ ഞാൻ ആദ്യമേ എടുത്ത് കളഞ്ഞു.
ഇല്ല അവിടൊക്കെ ഉണ്ട്. വടിയൊന്നും ഇല്ല, ഇപ്പൊ തപ്പിയാലും വടി കാണില്ല. ആ കൃഷിത്തോട്ടത്തിൽ മൊത്തം ഞാൻ കുറുക്കന്മാര് ഇപ്പൊ അഴിച്ചു വിടും. എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുറുക്കന്മാരല്ലേ? ഈ കുറുക്കന്മാര് ഇങ്ങനെ തിക്കണ നോക്കണ്ട, അവര് കുറച്ച് കഴിഞ്ഞാൽ കുറുക്കന്മാരായിട്ട് മാറും. പല്ലൊക്കെ വരും. ചേച്ചിയോട് സാധനം ചെയ്യും. അത് ചേച്ചിക്ക് അറിയാത്തൊരു സാധനം. അതെന്താ സാധനം? അറിയില്ല. ആ, എന്നോട് പറയുന്നേ, ചെയ്യുമ്പോ കാണാം അല്ലേ? എന്നോട് പറ പ്ലീസ്. എനിക്ക് ദേഷ്യായ ഞാനോട് വടി കൊണ്ട് ചണ്ടിക്ക് എവിടെങ്കിലും ഓടും. അമ്മേനോട് ഈ പട്ടം അടിച്ചിട്ടുണ്ട്. അമ്മക്ക് അടി കൊടുത്തിട്ടുണ്ടോ? പാവ അമ്മ ഇവിടെ വടിയും കൊണ്ടാ നിക്കണത്. അല്ലൂസ് ഇങ്ങനെയൊക്കെ ഇല്ലല്ലോ. ഒളിപ്പിച്ചുണ്ട് ഇവിടെ. കള്ളം പറഞ്ഞ ആ വടി ചിടിച്ച് ഞാൻ അടിക്കും. ഞാൻ കള്ളം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കാര്യല്ലേ പറഞ്ഞത്. ഇവരൊക്കെ കുറുക്കന്മാരായിട്ട് മാറും. ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന പിന്നെ എന്നോടൊന്നും പറയരുത്. എന്നാ കാണട്ടെ അല്ലേ? ഇപ്പൊ ഇല്ല, അവര് സന്ധ്യ ആവണം. കണ്ടേ എവിടെ എവിടെ സന്ധ്യ ആവണെന്ന് എടാ, രാത്രി ആയാലേ മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ പകലല്ലേ? പകലാണെങ്കിൽ കുറുക്കം വരും, രാത്രി ആണെങ്കിൽ കുറുക്കം വരും, എപ്പോഴും വരും. പകല് കുറുക്കം വരില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കണ്ട അങ്ങനെ പമ്മി പോകുന്നുണ്ട്. നമ്മളെ പറ്റിക്കാൻ അമ്മയൊന്നും പോവാറില്ല. ഒരു രാത്രി ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓഡീഷൻ കൂടെ വേണ്ട. ദൈവമേ, സ്ഥിരമായിട്ട് എന്തൊക്കെയാ പറയുന്നേ? സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്ന കാണുന്നതാണല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ അധികം വിട്ട് കൊളവാക്കുന്നില്ല.